അങ്ങനെ നമ്മളെത്തി ഗൈസ് അതിപ്രകൃതി രമണീയമായ ആ സ്ഥലത്ത് നമ്മളെത്തിയിട്ടാ. അങ്ങനെ നമ്മൾ വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങി ഒരു ഐസ്ക്രീമൊക്കെ കഴിക്കും. എൻ്റെ സോളോ ആയിട്ടുള്ള ഡാൻസ് കണ്ടോ നിങ്ങൾ ഗൈസ്? കാരണം എനിക്ക് അങ്ങനെ ഒന്നുമില്ല കേട്ടോ, എനിക്ക് സോളോ ആയിട്ടും ഡാൻസ് കളിക്കാൻ ഇഷ്ടമാണ് കേട്ടോ. ഒരു കലാകാരിയായി എന്നെ ഇതുവരെ ആരും അംഗീകരിച്ചിട്ടില്ല, പക്ഷെ അതിൻ്റെ വിഷമമൊന്നും എനിക്കില്ല ഗൈസ്. അങ്ങനെ നമ്മൾ ഇവിടെ ഇറങ്ങിയെങ്കിലും നമ്മൾ പൂന്തോട്ടത്തിൽ കിടന്നില്ല കേട്ടോ. കാരണം പൂന്തോട്ടത്തിൽ ആരോ വേലി കെട്ടിയ പോലെയായിരുന്നു. ഞങ്ങൾ ഇവിടെ നിന്ന് പ്ലാൻ മാത്രമേ ഉണ്ടായുള്ളൂ, അതിൻ്റെ ഉള്ളിലേക്ക് കടന്നില്ല ഗൈസ്. അല്ലാ പഠിച്ചോനെ ഒടുക്കത്തെ ചൂടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ നിൽക്കായിരുന്നു കേട്ടോ. പിന്നെ ഈ പുറത്ത് നിന്ന് നമ്മൾ ഫോട്ടോ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്തു. ട്രിപ്പ് പോകുമ്പോൾ കുട വടി ചുരുങ്ങിയ സാധനങ്ങൾ കൊണ്ട് പോകുന്ന ഒരു ഫാമിലിയിൽ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോളൂ കേട്ടോ. ഞങ്ങൾ കുടയൊക്കെ പിടിച്ചിട്ടാണ് ട്രിപ്പൊക്കെ പോയിട്ടുണ്ടായിരുന്നത് ഗൈസ്. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ എന്തായാലും ലൈക്കിന് കേട്ടോ. നമ്മുടെ ഫാമിലീന് കുട മാത്രമല്ല ഗൈസ്, വിക്സ് തൊട്ട് പാരസെറ്റമോൾ വരെ ഞങ്ങളെടുത്ത് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എന്താണെങ്കിൽ കാറ്റടിച്ച് വെയ്യാണ്ടാവുന്ന ഫാമിലിയാണ് ഞങ്ങളുടേത്. കാറ്റ് മാത്രമല്ല വെയിലും കുറച്ചധികം കൊണ്ട് ഞങ്ങൾക്ക് വെയ്യാണ്ടാവും കേട്ടോ. പിന്നെ ഓൾറെഡി വെയ്യാണ്ടായ ഒരാൾ ഉള്ളിലുണ്ടല്ലോ. അങ്ങനെ ഗൈസ്, അങ്ങനത്തെ നമ്മളിവിടെ ഇറങ്ങി അങ്ങനെ ചുറ്റും നടന്ന് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിച്ച് പിന്നെ ഈ മലയൊക്കെ കാണുന്നില്ല നിങ്ങൾ, ഇതാ അങ്ങോട്ട് നോക്കും മല, മരം, അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. പണ്ട് ഇത് ഞാൻ മറ്റേ ബുക്കിലാണ് കേട്ടോ വരയ്ക്കാറ്. ഒരു മല, അപ്പുറത്തൊരു മരം, പിന്നെ ഒരു പുഴ, അതൊക്കെ ഞാൻ പണ്ട് വരയ്ക്കുമ്പോഴാണ് കറക്റ്റ് ശരിക്കും നമ്മൾ പടത്തിൽ വരയ്ക്കുന്ന പോലെ ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു സീനറി കാണാനായിട്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പിന്നൊരു വേറൊരു സ്ഥലത്തേക്ക് പോയിട്ട് ഗൈസ്, അതാണ് ശരിക്കും നല്ല അടിപൊളി വൈബായൊരു സ്ഥലം. നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിരുന്നു, പക്ഷെ ഞങ്ങൾ വളരെയധികം എൻജോയ് ചെയ്ത സ്ഥലം അവിടെയായിരുന്നു കേട്ടോ. ശരിക്കും അങ്ങനെ അവിടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അതിൽ തന്നെ ഒരു ചേട്ടൻ വന്നിട്ട് കുറച്ച് തേൻ തന്നു. ആ തേനൊക്കെ ഞങ്ങൾ അങ്ങനെ ടേസ്റ്റ് ചെയ്തിട്ട് പിന്നെ അവിടുത്തെ പാടത്തങ്ങട് നേരെ ഒന്നിനുള്ള ഗൈസ് 2-3 ഫോട്ടോ എടുക്കണം. അപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ പ്രകൃതി രമണീയം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഫോട്ടോ എടുക്കണമല്ലോ. പിന്നെ സ്റ്റാറ്റസ് ഇടാൻ 4 ആളെ കാണിക്കണം. പിന്നെ എന്താ വെച്ചാൽ ദൈവം കനിഞ്ഞരുള്ളി കുറച്ച് ഫ്രണ്ട്സിനെ തന്നിട്ടുണ്ട്. നമ്മൾ ഫോട്ടോ ഇട്ടാലും നല്ല ഫോട്ടോ ഇട്ടാലും എല്ലാത്തിനും അവർ ലവ് മാത്രമേ കമൻറ്റ് ചെയ്യുള്ളൂ. എവിടെ പോയാലും നമ്മുടെ കൂടെ കൂടുന്ന 1-2 പേര് കേട്ടോ, പട്ടി പൂച്ച അങ്ങനത്തെ സാധനങ്ങൾ. അപ്പോൾ ഈ ഒരു പട്ടി നമ്മുടെ കൂടെ ഇവിടെ നിന്ന് കൂടിയതാണ് കേട്ടോ. അങ്ങനെ ഇവിടെ നിന്നൊരു ടെമ്പിൾ വിസിറ്റ് ഉണ്ടായിരുന്നു ഗൈസ്. നമ്മളെല്ലാവരും കൂടെ ഈ കുഞ്ഞിക്കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കൈ പിടിച്ച് കണ്ട ചേട്ടൻ കണ്ട, ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ മിക്സ് ഉണ്ടെന്ന് ഞങ്ങളുടെ കയ്യിൽ കാണിച്ചത് കണ്ട. അങ്ങനെ ദേ അമ്മായിമ്മയുടെയും മരുമോൻ്റെയും വക തല്ലുകൂട്ടും റോട്ടിൽ വെച്ചുള്ള ഇടിയും ഫൈറ്റും എല്ലാം കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ മന്ദം നടന്ന് ഒരമ്പലത്തിൽ പോയി ഗൈസ്. അതായിരുന്നു ഇവിടുത്തെ മെയിൻ, ഞങ്ങളുടെ ഈ ട്രിപ്പിൻ്റെയൊക്കെ മെയിൻ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ആ അമ്പലം കണ്ടപ്പോൾ തന്നെ ചുറ്റുള്ളതെല്ലാം പോയി എന്ന് പറഞ്ഞ പോലെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിനൊരു സുഖം കിട്ടി ഗൈസ്. എവിടെ പോയാലും എന്തെങ്കിലുമൊക്കെ വാങ്ങുന്ന ഞാനുണ്ടല്ലോ, ഇന്ന് ഈ നേരം വരെയായിട്ടൊന്നും മനസ്സില്ല. അപ്പോൾ ആ വിഷമം മാറ്റാനായിട്ട് ഈ അമ്പലത്തിൽ നിന്ന് ഒരു മണിയെങ്കിലും വാങ്ങിക്കണ്ടേ ഗൈസ്. അപ്പോൾ ഞങ്ങളങ്ങനെ വീടിൻ്റെ ഫ്രണ്ടിൽ കെട്ടാൻ വേണ്ടിയിട്ട് ഒരു മണി വെച്ചിട്ടുള്ളൊരു സംഭവം വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിങ്ങനെ നടന്നു. ഇവിടെ കുറേ ആൾക്കാർ വന്നിരിക്കുന്നുണ്ടായിരുന്നു, കുറേ ടൂറിസ്റ്റുകളും പിന്നെ അല്ലാത്ത ആൾക്കാരും നാട്ടുകാരും എല്ലാവരും ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളവിടെ ചോദിച്ചു കേട്ടോ ഗൈസ്, നമ്മളതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുമോ, കയറിനോട് കുഴപ്പമുണ്ടോ എന്നൊക്കെ. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, ഇവിടെ അങ്ങനെയൊന്നുമില്ല, ആർക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ കയറി തൊഴാം, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു കേട്ടോ. എന്നാലും നമ്മൾ മുറുക്കി പിടിച്ച് നമ്മുടെ വിശ്വാസം നമ്മൾ കയറാൻ അനുവദിക്കുന്നുണ്ടായിരുന്നില്ല, കാരണം നമ്മൾ നോണൊക്കെ കഴിച്ചതാണ്. അവസാനം നമ്മൾ കയറി ഗൈസ് അതിൻ്റെ ഉള്ളിലിട്ട്, അമ്പലത്തിൻ്റെ ഉള്ളിൽ മീൻസ് ഈ പടവിൽ നമ്മൾ കയറി അവിടെ ഇരുന്നു കുറച്ച് നേരം. പിന്നെ അല്ല ചുടങ്ങനെ ഇരിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷവും സമാധാനവും പറയണ്ടല്ലോ, നല്ല സന്തോഷവും സമാധാനമായിരുന്നു. പിന്നെ ഈ ചിങ്ങൻചിറ കറുപ്പസ്വാമി പ്രകൃതി ക്ഷേത്രം അങ്ങനെയാണ് കേട്ടോ ആ സ്വാമിയുടെ ആ ക്ഷേത്രത്തിൻ്റെ പേര് വന്നിട്ട്. അപ്പോൾ ഒരാളിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ ഒരു ദൈവത്തെ വെച്ച് അതുപോലെ കുറേ മണിക്ക് കെട്ടി കുറേ തൊട്ടിലൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ. അത് ഓരോ ആളുകളും ഓരോ കാര്യങ്ങൾ നടക്കാൻ മനസ്സിൽ വിചാരിച്ചിട്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ്, അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസമാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇതിനൊക്കെ താഴെയായിട്ട് ആ ദൈവത്തെ ഇങ്ങനെ പ്രതിഷ്ഠിച്ച് വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ നല്ല സന്തോഷമായിട്ടോ. അപ്പോൾ അങ്ങനെ ഇവിടുത്തെ ഉത്സവം എന്തോ വരാൻ പോകുകയെന്നാണ് കേട്ടോ, അതോ കഴിഞ്ഞു അങ്ങനെ എന്തോ ആണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ പാലിന് തൊട്ട് താഴെയായിട്ട് ഇങ്ങനെ ഒരു കുളം എന്നാണോ പുഴ എന്നാണോ അതിനെ പറയാന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഗൈസ് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരണമായിരിക്കും. ബൈ.